ഹലോ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തച്ചപ്പള്ളി പാലത്തിൻ്റെ അടുത്ത് തുടങ്ങിയ പുതിയൊരു ഫാമായ മാങ്കര ഫാം കാണാനാണ് കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടായിട്ട് ഞങ്ങൾ വന്നതല്ല. ജസ്റ്റ് വീട്ടിലേക്ക് പോകുന്ന വഴി ഇതേപോലത്തെ ഒരു ബോർഡ് കണ്ട് അകത്ത് എന്തൊക്കെയുണ്ട് എന്നറിയാനായിട്ട് ഞങ്ങൾ കയറി പോകുന്നതാണ്. അപ്പോൾ മാങ്കര ഫാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഈ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ പെർ ഹെഡ് 50 റുപ്പീസാണ് അവർ ഈടാക്കുന്നത്. വലിയവർക്കായാലും കുട്ടികൾക്കായാലും 50 രൂപ തന്നെയാണ് അവർ ഈടാക്കുന്നത്. ബോട്ടിങ്, കയാക്കിങ്, ഫാം സ്റ്റേ, പിന്നെ ചെറിയ ഇവൻറ്റ് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഇവൻറ്റ് സ്പേസ്, പിന്നെ നല്ലൊരു ലാൻഡ്സ്കേപ്പ്, കാഴ്ചകൾ കാണാനായിട്ട് പറ്റിയ ഒരു ചെറിയ നല്ല സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് അവർ വൈഡായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഫീസെല്ലാം ചെയ്തതിന് ശേഷമാണ് കുട്ടികളായിട്ട് നേരെ പ്ലേ ഏരിയയിലേക്ക് പോകുന്നത്. പ്ലേ ഏരിയയ്ക്ക് പോകുന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത്. ഓണായതുകൊണ്ടാവാം നല്ല ഭംഗിയിൽ ചെണ്ടുമല്ലികളും നല്ല ഫ്ലവേഴ്സ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ നല്ല സ്പീക്കറിൽ നല്ല നല്ല പാട്ടുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ എല്ലാം ഒരുവിധം കുട്ടികളെ ഞങ്ങളെല്ലാവരും കൂടി എടുത്തതിന് ശേഷം നേരെ നടന്നു പോകുന്നത് പ്ലേ ഏരിയയിലേക്കാണ്. എവിടെ എത്ര നമ്മൾ എൻ്റർടൈൻ ചെയ്താലും അവർക്ക് പാർക്കിൽ പോകണം എന്നുള്ളൊരു ചുരം തന്നെയാണ്. എത്ര കുട്ടികളുടെ ഒപ്പം കളിച്ചാലും അവർ പറയും, ബോറടിക്കുന്നു, പ്ലേ ഏരിയ പാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് പോകുമായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അടുത്തൊന്നും ഇതുപോലെ നല്ല പാർക്കുകളില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എവിടെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ പ്ലേ പാർക്കുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ സ്ലൈഡുകൾ, സ്വിങ്സ്, സീസോ, അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആവശ്യം അതായിരുന്നില്ല. എനിക്ക് ഇവിടെ ബോട്ടിങ്, കയാക്കിങ് എല്ലാം സെറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബോട്ടിങ്ങും ബോട്ടിങ്ങും എല്ലാം അവിടെ തന്നെ കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങോട്ട് കയറുന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും ബോട്ടിൽ കയറി. പക്ഷേ ബോട്ടിങ്ങിന് വീണ്ടും ഒരു എക്സ്ട്രാ 50 റുപ്പീസ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 പേർക്കും കൂടി 200 രൂപയായിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 50 റുപ്പീസിന് 15 മിനിറ്റ്സ് നമുക്ക് ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റോളം ഇനി വലിയ കുളത്തിൽ ഞങ്ങൾ വെള്ളം വെച്ച കുളത്തിൽ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പെഡൽ ബോട്ടിങ് വലിയ ആയാസമുള്ള പരിപാടിയൊന്നുമല്ല. 2 പേര് വെച്ച് പെഡൽ ബോട്ട് തിരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാം. നല്ല രസമുണ്ടായിരുന്നു. കയാക്കിങ്ങിന് എനിക്ക് തീരെ സമയം കിട്ടിയില്ല. അതല്ലെങ്കിൽ കയാക്കിങ് കൂടി ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. ഓക്കെ, പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് ബോറടി തുടങ്ങി. ഇനി മതി, ഇത്രയും കറങ്ങിയാൽ മതി, ഇനി നേരെ പാർക്കിൽ പോവാം, പാർക്കിൽ പോയിട്ട് ബാക്കിയെല്ലാം കൂടെ കളിക്കണം, ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു 5 മണിക്ക് ശേഷമാണ് 4:30-5 മണിക്ക് ശേഷമാണ് വന്നത്. അപ്പോഴേക്കും ഇത്രയും 1 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി 6-6:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണം. അപ്പോൾ കുട്ടികൾ വേഗം ബോട്ടിങ്ങിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിൽ നിന്ന് ഇറങ്ങി. പിന്നെയും കുറച്ച് നേരം അവരെ പാർക്കിങ്ങിൽ ഇരുത്തി. അതുപോലെ തന്നെ ഇവിടെ സ്കെച്ചസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേറെ സെപ്പറേറ്റ് എമൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ എന്തായാലും ചെയ്തില്ല. അപ്പോൾ കുട്ടികളെ കുറച്ച് നേരം പാർക്കിൽ എടുത്തിട്ട് ഞാൻ ചേട്ടനും കൂടി കുറച്ചും കൂടി നേരം ഒന്ന് കറങ്ങാൻ പോയി. ഈ വൈകുന്നേരമാണല്ലോ സമയം. അപ്പോൾ ഈ പക്ഷികളെല്ലാം ചേക്കേറുന്ന ടൈമാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂട്ടി ഒന്നും കൂടി അങ്ങോട്ട് പോയിട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോൾ പക്ഷികളെല്ലാവരും പടിഞ്ഞാറോട്ട് പറക്കുന്നല്ലാണ്ട് എവിടേക്കാണ് പോണേന്ന് ചോദിക്കുന്നതിന് ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കാണിച്ചു കൊടുത്തു, ഇനി ഇങ്ങനെയാണ്, ഇവിടേക്കൊക്കെയാണ് പോണേന്ന് പറഞ്ഞ് ഇനി പറ്റിക്കാമല്ലോ. അപ്പോൾ അതാ ഞങ്ങളുടെ ഈവനിങ് അടിപൊളിയായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം. അപ്പോൾ ഇതുപോലെ പോവാൻ താല്പര്യമുള്ളവർക്കായാലും ഈ അടുത്തുള്ള ഒരുവിധ ആൾക്കാർക്കായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ലൊരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാം, നല്ല കായൽക്കാറ്റൊക്കെ ഏറ്റിരിക്കാം അല്ലേ, നല്ല വർത്തമാനങ്ങളെല്ലാം പറയാം. കുട്ടികൾക്ക് അവരുടെ എനർജി മൊത്തം കളിച്ച് തീർക്കാം. പക്ഷികളെയും അവർ ചേക്കേറുന്ന സ്ഥലങ്ങളും നല്ലൊരു ഈവനിങ്ങും എല്ലാം അവരെ കാണിച്ച് ഒരു നല്ല ഡേ അവർക്ക് സമ്മാനിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും വിടാം. Bye guys.